Dear friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മീഫ് പഠിച്ചു. അതിൽ നമ്മൾ ഒരു റേഞ്ച് യൂസ് ചെയ്തിട്ട് ഒരു റേഞ്ചും ഒരു ക്രൈറ്റീരിയയും അതിൻ്റെ ഒരു റേഞ്ചും മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സമ്മിൽ നമ്മൾ ചെയ്തത് ടാബ്ലറ്റ്സിൻ്റെ മാത്രം റേഞ്ചാണ് യൂസ് ചെയ്തത്. ഈ ഫോമിൽ എടുത്താൽ നമുക്ക് കാണാം ടാബ്ലറ്റ്സ് മാത്രം മെഡിസിൻ കാറ്റഗറിയിൽ നമ്മൾ എടുത്ത് അതിൻ്റെ വരുന്ന കോസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ചു, ഇപ്പോഴത്തെ ഇൻകം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സമ്മീഫ് എസ് ആണ് കണ്ടുപിടിക്കുക, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ. ഈ ടാബ്ലറ്റും എക്സ്മോളും ലാസ്റ്റ് സമ്മീഫിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ ഇൻകമാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ടാബ്ലറ്റും അതിൻ്റെ ബ്രാൻഡ് നെയിമും കൂട്ടിയിട്ട്, ഇപ്പോൾ ടാബ്ലറ്റിൽ ഈ എക്സ്മോൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാൻഡ് ആ ഒരു വർഷം സെയിൽ ചെയ്തതും അതിൻ്റെ എക്സ്പെൻസും ഇൻകം രണ്ട് കാണും. നമുക്ക് എഴുതി നോക്കാം. ഈക്വൽ ടു സമ്മീഫ് എസ് സം റേഞ്ച്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ സമ്മീഫ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ക്രൈറ്റീരിയയും റേഞ്ചും കൊടുത്തത് അല്ലേ, റേഞ്ചും കൊടുത്തത്. സം റേഞ്ച് ലാസ്റ്റ് ആയിരുന്നു. അത് ഒറ്റ ക്രൈറ്റീരിയ വരുമ്പോഴെപ്പോഴും സം റേഞ്ച് ലാസ്റ്റ് വരും. പക്ഷേ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വരുമ്പോൾ ഓർത്താൽ മതി, സം റേഞ്ച് ആദ്യം എടുക്കണം, അത് കഴിഞ്ഞ് ബാക്കി ക്രൈറ്റീരിയകൾ 1, 2, 3 പറഞ്ഞിട്ട് പോകും. അതാണ് ഏറ്റവും എളുപ്പം. എല്ലാ ക്രൈറ്റീരിയയും നമുക്ക് അതിന് ശേഷം കൊണ്ടുപോകാം 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം സം റേഞ്ച്, ഈ രണ്ട് വ്യത്യാസമുള്ളത്. സമ്മീഫിലാണെങ്കിൽ സം റേഞ്ച് ലാസ്റ്റ് വരും, സമ്മീഫ് എസ്സിലാണെങ്കിൽ സം റേഞ്ച് ഫസ്റ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എക്സ്പെൻസ് ആണ്, അതായത് കോസ്റ്റ് ആണ്. ഇപ്പോൾ സം റേഞ്ച് വരുന്നത് ഈ ടോട്ടൽ കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ റേഞ്ച് എടുക്കുക ആദ്യം, എടുത്തിട്ട് ഇതാണ് സം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ കോമഡ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് പറയാം. ആദ്യത്തെ ക്രൈറ്റീരിയ ടാബ്ലറ്റ്സിനാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി എടുക്കുക, മെഡിസിൻ കാറ്റഗറി. ഇതെന്ന് ടാബ്ലറ്റ്സ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കോമഡ് ആണ് ആ കാറ്റഗറി, മെഡിസിൻ കാറ്റഗറിയിൽ നിന്ന് ടാബ്ലറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ടാബ്ലറ്റ് എടുത്തു, കോമഡ്. അത് കഴിഞ്ഞ് അടുത്ത കാറ്റഗറി എന്താണ്, ഈ ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡിൻ്റെ ഇത് സെലക്ട് ചെയ്യുക, കോമഡ്. അത് ഏത് ബ്രാൻഡാണ് വേണ്ടത്, ഈ ബ്രാൻഡാണ്, സ്മോൾ എന്ന് പറയുന്നത് അല്ലേ, എക്സ്മോളാണ് വേണ്ടത്. അതെടുക്കുക. അപ്പോൾ രണ്ട് ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അല്ലേ. ആദ്യത്തെ റേഞ്ച് സം റേഞ്ച്, രണ്ടാമത്തെ റേഞ്ച് ഫസ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച്, ആ ക്രൈറ്റീരിയ പറഞ്ഞു. പിന്നത്തെ അടുത്ത ക്രൈറ്റീരിയ റേഞ്ച്, ആ ക്രൈറ്റീരിയ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ സമ്മീഫ് എസ്. ആദ്യം സം റേഞ്ച് കൊടുക്കുക, അവിടെ ഇങ്കാണ്. അപ്പോൾ സെയിൽ വർക്ക് വേണ്ട. കോമഡ. അതിനുശേഷം ഫസ്റ്റ് ടാബ്ലറ്റ് റേഞ്ച് എടുക്കുക. ഓക്കെ, ഇനി എടുക്കേണ്ടത് റേഞ്ച് എടുത്തു, അതിൽ പിന്നെ ടാബ്ലറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ എടുക്കേണ്ടത് ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിമിൻ്റെ റേഞ്ച് എടുക്കുക, കോമഡ്. നമുക്ക് വേണ്ട ബ്രാൻഡ് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഈ രണ്ട് റേഞ്ചുകളാണ്. ഇപ്പോൾ നമ്മൾ സമ്മീഫ് എസ് എടുത്തിട്ട് ആദ്യം സം റേഞ്ച് കൊടുക്കണം, പിന്നെ അതിൻ്റെ ടാബ്ലറ്റിൻ്റെ റേഞ്ച് കൊടുക്കണം, അതിൻ്റെ ക്രൈറ്റീരിയ കൊടുക്കണം. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻകം മൈനസ് എക്സ്പെൻസാണ്. കിട്ടി. ഈ രണ്ട് റേഞ്ചുകൾ, എല്ലാ റേഞ്ചുകളും നമുക്ക് ലോക്ക് ചെയ്യണം. അപ്പോൾ R4 F4 അമർത്തി പ്രസ് ചെയ്ത് പോവുക. അടുത്ത റേഞ്ച് K4 to K195 മെഡിസിൻ്റെ കാറ്റഗറി. പിന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമിൻ്റെ കാറ്റഗറി.
L4 തൊട്ട് L995 ഒന്ന് ലോക്ക് ചെയ്തു. അതുപോലെ ഇൻകത്തിൻ്റെ ഇതിലും അതെ, നമ്മൾ സം റേഞ്ച് പറയുന്നത് സെയിൽ എമൗണ്ടാണ്, അത് ലോക്ക് ചെയ്തു. ഓക്കെ. പിന്നെ ആദ്യത്തെ കാറ്റഗറി മെഡിസിൻ കാറ്റഗറി, ഈ കാറ്റഗറിയാണ് ടാബ്ലറ്റിൻ്റെ. K4 തൊട്ട് K195 ലോക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം L4 തൊട്ട് L95 എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്, അത് ലോക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. ഇവിടെ ഫോമുലകൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ വാല്യൂസും കിട്ടും. ഓക്കെ. ഇതാണ് സമ്മീഫ് എസ്. സമ്മീഫ് ആണെങ്കിൽ സം റേഞ്ച് ലാസ്റ്റ് വരും, സമ്മീഫ് എസ് ആണെങ്കിൽ സം റേഞ്ച് ആദ്യം വരും. പിന്നെ എല്ലാ റേഞ്ച് കൊടുക്കുക, അതിൻ്റെ ക്രൈറ്റീരിയ കൊടുക്കുക, റേഞ്ച് നെക്സ്റ്റ് റേഞ്ച് കൊടുക്കുക, അതിൻ്റെ ക്രൈറ്റീരിയ കൊടുക്കുക, അങ്ങനെ എൻ്റർ ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ 3 ക്രൈറ്റീരിയ യൂസ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ടാബ്ലറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയും ബ്രാൻഡ് നെയിമും പിന്നെ മന്തും നമ്മളിവിടെ കണ്ടു. ഓരോന്നിൻ്റെയും 31 ജൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്ത് എൻഡിൽ എൻ്റർ ചെയ്തിട്ടുള്ള സെയിലും അതിൻ്റെ എക്സ്പെൻസും ആണിത്. അപ്പോൾ നമ്മളിത് എല്ലാ മാസവും 31 ജാനുവരിയിലാണ് ഈ മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഓരോ ടാബ്ലറ്റിലെ എക്സ്മോളിന് ജനുവരിയിലുള്ള ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം എടുത്താലും മതി. ഇവിടെ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട്, നമ്മളിവിടെ കണ്ടു വെച്ചിട്ട് പ്രോഫിറ്റ് ഇവിടേക്ക് കൊണ്ടുവരണം. ഓരോ ബ്രാൻഡ് നെയിമും ഓരോ മാസം തന്ന പ്രോഫിറ്റാണ് കണ്ടത്. അപ്പോൾ നമ്മൾ സമ്മീഫ് എസ് യൂസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സമ്മീഫ് എസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സം റേഞ്ച് പറയുന്ന പ്രോഫിറ്റ് റേഞ്ചാണ്, അത് ഇതാണ്, ടോട്ടൽ വേണ്ട. ഓക്കെ, കോമഡ. ഇനി 3 കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ടാബ്ലറ്റിൻ്റെ കാറ്റഗറിയാണ്, അത് ഈ കാറ്റഗറിയാണ് മെഡിസിൻ കാറ്റഗറി, അതെടുക്കുന്നു. കോമട്ട് അത് എന്താണെന്നുള്ള ടാബ്ലറ്റാണ്, കോമഡെന്ന്. രണ്ടാമത്തെ കാറ്റഗറി ബ്രാൻഡാണ്, അപ്പോൾ കാറ്റഗറി റേഞ്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, കോമഡ. എന്താണ് കാറ്റഗറി? എക്സ്മോളാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മന്താണ്, ജാനുവരി. അപ്പോൾ ജാനുവരി മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് മന്തിൻ്റെ ഡേറ്റിൻ്റെ കാറ്റഗറി എടുക്കുക. ഓക്കെ, കോമഡ. എന്നിട്ട് വേണ്ട മന്ത് ജാനുവരിയാണ്, ജാനുവരി സെലക്ട് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ, മൂന്നാമത്തെ ക്രൈറ്റീരിയ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതിലിവിടെ ജാനുവരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റിൻ്റെ ഓരോ ഡേറ്റും 31st ആണ്, മന്ത് എൻഡാണ്. 31 ജനുവരി, 31 ജനുവരി, 28 ഫെബ്രുവരി, പിന്നെ വരുന്നത് 31 മാർച്ച്, അങ്ങനെ മന്ത് എൻഡാണ്. ഇവിടെയും സെയിം മന്ത് എൻഡ് തന്നെ എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ അത് മന്ത് എൻഡാണ്, 31/1/2019 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മളിതിനെ ജാനുവരി ആക്കി ഫോമാറ്റ് ചെയ്തിട്ട് വെറുതെ ജനുവരി എന്ന് കാണിക്കുന്നതാണ്, മന്ത് കാണാൻ വേണ്ടിയിട്ട്. അതിന് ഫോമാറ്റ് ചെയ്യാൻ നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ സാധാരണ അടിക്കേണ്ടത് നമ്മുടെ മുകളിൽ കാണിച്ചാൽ, അതായത് 1/31/2019 ആണിത് റിയലി. ഇതിന് നമ്മൾ ഫോമാറ്റ് ചെയ്യുന്നതാണ്. ഫോമാറ്റ് ചെയ്യണമെങ്കിൽ ഈ സെല്ല് ഫോമാറ്റ് ചെയ്യുന്ന റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ലിൽ പോവുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ 1 അടിച്ചാൽ മതി. എന്നിട്ട് ഇതിൽ ഡേറ്റ് കിട്ടും. ഈ ഡേറ്റ് കിട്ടുമ്പോൾ ഡേറ്റിനെ നമ്മൾ മന്ത് മാത്രമായിട്ട് കാണിക്കുകയാണ്. മന്ത് മാത്രമായിട്ട് കാണിക്കണമെങ്കിൽ ഇതിലുണ്ടോ നോക്കുക, മന്ത് മാത്രമായിട്ട്. ഇല്ലെങ്കിൽ വെറുതെ വന്നിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ മാത്രം വരും. ഇത് സെലക്ട് ചെയ്താൽ ഇത് സെലക്ട് ചെയ്താൽ ജെന്ന് മാത്രം വരും. നമുക്ക് വേണ്ടത് മന്തിൻ്റെ 3 ഡിജിറ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമിൽ പോവുക, എന്നിട്ട് ഇവിടെ കാണാം ടൈപ്പ്, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ M 3 പ്രാവശ്യം എൻ്റർ ചെയ്യുക, മന്ത്. ഓക്കെ കൊടുക്കുക, അപ്പോൾ ജനുവരി കാണിക്കും. ഇതുപോലെ എല്ലാവരുടെയും കാണിക്കും. ഒരെണ്ണത്തിൽ ചെയ്തിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കായി എടുത്തെടുത്തോളും. ജാനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31 ജനുവരിയാണ് നമ്മളിവിടെ കൊടുത്തത്. ഇത് ഫെബ്രുവരി എടുക്കുമ്പോൾ അത് ഫസ്റ്റ് എടുക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 28 ഫെബ്രുവരി എന്ന് കൊടുക്കുക. ഇനി ഡ്രാഗ് ചെയ്താൽ എല്ലാം മന്ത് എൻ്റെ എടുത്തോളും, 31/3 പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മളതിന്. എന്നാൽ മാത്രമേ ഇത് ക്രൈറ്റീരിയ കറക്റ്റ് ആവുള്ളൂ. കാരണം അവരുടെ ടേബിളിൽ ഡേറ്റിൻ്റെ ടേബിളിൽ നമ്മൾ മന്തിൻ്റെ ഡേറ്റുകളാണ് കൊടുത്തിട്ടുള്ളതുകൊണ്ട്
നമ്മൾ ഇവിടെയും മന്തിൻ്റെ ഡേറ്റ് തന്നെ എടുക്കണം. പക്ഷേ ഷോ ചെയ്യുമ്പോൾ നമുക്കതിനെ ഫോർമാറ്റ് ചെയ്തിട്ട് മന്ത് മാത്രമായിട്ട് ഷോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 3 ക്രൈറ്റീരിയ കൊടുത്തിട്ട് ഇത് കിട്ടി. 3 ക്രൈറ്റീരിയ കൊടുത്തു. ആദ്യത്തെ നമുക്ക് സം റേഞ്ച്, പിന്നെ K4 റേഞ്ചുള്ള ബ്രാൻഡ് കാറ്റഗറിയുടെ, അപ്പോൾ അത് ലോക്ക് ചെയ്യുക ആദ്യം. ബ്രാൻഡ്, പിന്നെ അടുത്തത് ബ്രാൻഡ്, ഇത് എക്സ്മോൾ വൈമോൾ എന്ന് പറയുന്നത്, അത് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നത്തെ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഡേറ്റ് ആണ്. AB23 തൊട്ട് AB23 I4 തൊട്ട് I195 വരെ, അങ്ങനെ 3 കാറ്റഗറി നമ്മൾ ലോക്ക് ചെയ്തു. അടുത്തതിൽ വീണ്ടും ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ 3 കാറ്റഗറിയും സം റേഞ്ചും എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മളിവിടെ ലോക്ക് ചെയ്യാതെ വിട്ടിട്ടുള്ളത് ഈ ടാബ്ലറ്റും എക്സ്മോളാണ്. ടാബ്ലറ്റ് എപ്പോഴും എ എന്ന് പറയുന്ന കോളത്തിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ എ കോളത്തിൽ നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോർമുലയിൽ എ വരുന്നിടത്തൊരു ഡോളർ സൈൻ ഇട്ട് കൊടുക്കുക, കോളം മാത്രം ലോക്ക് ചെയ്യുക. ഓക്കെ. അതുപോലെ എക്സ്മോൾ എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന കോളത്തിലാണ്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴും എയും AB മാറാൻ പാടില്ല. ടാബ്ലറ്റും എക്സ്മോളും കീപ്പ് ചെയ്യണം സെയിം ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ AB ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ AB മാത്രം, എന്നുവെച്ചാൽ റോ നമ്പർ ലോക്ക് ചെയ്യരുത്. AB23 ആണ്. അപ്പോൾ 23 ലോക്ക് ചെയ്യരുത്. AB മാത്രം ലോക്ക് ചെയ്യുക, കോളം മാത്രം ലോക്ക് ചെയ്യുക. റോ താഴേക്ക് പോകുമ്പോൾ മാറേണ്ടതാണ്, അതുകൊണ്ട് അത് രണ്ടും ലോക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഇതിലേക്ക് പോകുമ്പോൾ മന്താണ്. മന്ത് മാറണം. മന്തിൻ്റെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് AC22 എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് AC22. ഇത് മാറണം, എന്താവണം, AD ആവണം. അപ്പോൾ അതുകൊണ്ട് അത് ലോക്ക് ചെയ്യരുത്. ഡ്രാഗ് ചെയ്താൽ കിട്ടും നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഫെബ്രുവരിയിൽ ഒന്നും കാണുന്നില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് ഫോർമുലയിൽ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ ഹൈലൈറ്റ് ആവും ഏതൊക്കെയാണ്. ഇത് കറക്റ്റാണ്. ടാബ്ലറ്റ് തന്നെയാണ്, എക്സ്മോൾ തന്നെയാണ്, ഫെബ്രുവരി തന്നെയാണ്. പിന്നെ എന്താ എടുത്തിട്ടുള്ളത്, പ്രോഫിറ്റ് സം ആണ്. പ്രോഫിറ്റിൻ്റെ കോളം ആദ്യം വരുന്നത് എസ് ആയിരുന്നു, S4. അത് നമ്മൾ ലോക്ക് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇവിടെ 0 കാണിച്ചത്. അപ്പോൾ സം റേഞ്ചും ലോക്ക് ചെയ്യാം. ഓക്കെ. ഇനി ടാഗ് ചെയ്താൽ എല്ലാറ്റിനും കിട്ടി. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ താഴേക്ക് ടാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ ഇങ്ങനെ വരാൻ കാരണം? അതിൻ്റെ റീസൺ നമ്മളിവിടെ ടാഗ് ചെയ്യുമ്പോൾ ഈ ജാനുവരി ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് താഴേക്ക് വരുമ്പോൾ ജാനുവരി എന്നുള്ള ഈ കോളം, ഇതിപ്പോൾ ജാനുവരി എടുക്കുന്ന AC22 ആണ്, 22 ആണ്. അത് നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ AC23 ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ AC22-ലെ 22 ലോക്ക് ചെയ്യണം, കാരണം റോ മാറാൻ പാടില്ല. 22 മാത്രം ലോക്ക് ചെയ്ത് കൊടുക്കുക. ഏതാണോ ലോക്ക് ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക. ഇത് റോ ആണ്, 22 എന്ന് പറയുന്ന റോ ആണ്. നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് മാറണം. അപ്പോൾ അതുകൊണ്ട് കോളങ്ങൾ ലോക്ക് ചെയ്യരുത്, റോ നമ്പർ മാത്രം ലോക്ക് ചെയ്യുക. റോ നമ്പർ മാത്രം ലോക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിയൊക്കെ റോ നമ്പർ ലോക്ക് ചെയ്തിട്ടുണ്ടാവും 22 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇനി എല്ലാം കൂടി സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഫുള്ള് ഡാറ്റ കിട്ടി. ഇത് ഓരോ ഐറ്റം ഓരോ മാസം വന്നിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ ഇനി ഒരു ചാർട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ മാസത്തെയും ചാർട്ട് നമുക്കതിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സിമ്പിളാണ്. ഇതിന് കിട്ടും. ഇതിലിവിടെ താഴെ നോക്കിയാൽ 1 2 3 എന്ന് പറയുന്നത് മന്തിന് പകരം 12 നമ്പേഴ്സ് ആവുന്നുള്ളത്, 1 2 3 4 5 എന്നുള്ളത്. ഇതിന് നമ്മൾ മന്തിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൽ സെലക്ട് ഡാറ്റ പോവുക, ആക്സസ് എഡിറ്റ് ചെയ്യുക, ജനുവരി ഫെബ്രുവരി മാർച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ. എന്താ പറയുക, ഇയർലി പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മന്ത് വൈസ്, റൈറ്റ്. ലേബൽ. ഓക്കെ.
ഇത് നമുക്ക് വേണമെങ്കിൽ കോളം ചാർട്ടായിട്ട് മാറ്റാം. ഡിസൈനിൽ പോവുക, ചാർട്ട് ടൈപ്പ് എടുക്കുക, കോളം സെലക്ട് ചെയ്യുക, ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ ഫോർമാറ്റ് ഡാറ്റ സീരീസ്, ഫോർമാറ്റ് പോവുക, ഫില്ല്, വേണ്ട ഏതാ കളർ വെച്ചാൽ സെലക്ട് ചെയ്യാം. Okay, that's all.